മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെടുന്ന പിന്നോക്ക വിഭാഗക്കാർക്ക് അർഹമായ പരിഗണന കോൺഗ്രസ് നൽകുന്നില്ല. പറയുന്നത് ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതിയാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ SNDPക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ശിവഗിരി മഠവും ഇതാദ്യമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കോൺഗ്രസിൻ്റെ MLA-മാരുടെ കണക്കെടുത്താൽ ഈഴവ വിഭാഗത്തിൽ നിന്ന് ഒരാൾ മാത്രമേ MLA ആയിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ LDF ആയാലും UDF ആയാലും ഈഴവ സമുദായത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നാണ് ശിവഗിരി മഠം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ ക്രൈസ്തവ സഭകളായിക്കോട്ടെ, ഈ ഇസ്ലാം മത വിഭാഗവുമായി ബന്ധപ്പെട്ട സംഘടനകളായിക്കോട്ടെ, അവരൊക്കെ തന്നെ ഈ LDFലും UDFലും ഒക്കെ ഇതേ ആവശ്യം ഉന്നയിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ശിവഗിരി മഠത്തിൻ്റെ പുതിയ നീക്കത്തെ എങ്ങനെ നോക്കിക്കാണാം? അല്ല, നോക്കൂ, ഇത് കേരളത്തിലിപ്പോൾ രൂപപ്പെട്ടു വരുന്ന പുതിയ രാഷ്ട്രീയ പ്രതിഭാസമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. അതായത് സമുദായ സംഘടനകൾ ശക്തമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. ഏതെങ്കിലും ഒരു സമുദായ സംഘടന ഇടപെട്ടാൽ മറ്റ് സമുദായ സംഘടനകളും ഇടപെടും. അത് സ്വാഭാവികമാണ്. അത് പ്രത്യേകിച്ച് ഏറെ സമ്മർദ്ദം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് കോൺഗ്രസ്സാണ്. കാരണം കോൺഗ്രസ് ഇവരൊക്കെ ചുമക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് കൊച്ചിയെക്കുറിച്ചായി. അപ്പോൾ കൊച്ചിയെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കൊച്ചിയുടെ മേയർ ആരായിരിക്കും എന്നത് ലത്തീൻ സഭ തീരുമാനിക്കും എന്നാണ് അവർ. കാരണം കൊച്ചി ഒരു ലത്തീൻ നഗരിയാണ് എന്ന് അവരങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് പൊതുവെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിലെ ഒരു കോസ്മോപൊളിറ്റൻ ക്യാരക്ടറുള്ള നഗരമാണ് കൊച്ചി എന്ന് പറയുന്നത്. അത് ലത്തീൻ കൊച്ചിയാണ് എന്ന് അവർ പറഞ്ഞതിനിടയിൽ നമ്മൾക്ക് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുക? പക്ഷേ അവരത് പറഞ്ഞു. മാത്രമല്ല, അവിടുത്തെ മേയർ ഞങ്ങൾ പറയുന്നവരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി. അവിടെ KPCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വനിതയാണ് കൊച്ചിയുടെ മേയറാവും എന്ന് കണക്കാക്കപ്പെട്ടിരുന്നത്. ദീപ്തി മേരി വർഗീസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതെ. പക്ഷേ അവർ പറഞ്ഞു വിട്ടു, നിങ്ങൾ പോയിക്കുള്ളൂ. സതീശനാണ് ഉറപ്പ് കൊടുത്തിരുന്ന പറഞ്ഞു. പക്ഷേ സതീശൻ പറഞ്ഞ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അവസാനം ലത്തീൻ സഭ തീരുമാനിച്ച മിനിമോൾ എന്ത് ചെയ്തു? അവിടെ സ്ഥാനാർത്ഥിയായി, മേയറായി. അത് കഴിഞ്ഞതിന് ശേഷം സഭ സ്വീകരണം നൽകി. സ്വീകരണത്തിൽ കൊച്ചി മേയർ സഭയ്ക്ക് നന്ദി പറഞ്ഞു. അപ്പോൾ ഇത് ഒരു പ്രതിഭാസമാണ്. അതവിടെ മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ മറ്റ് മേഖലകളിലും ഇത് ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ആവശ്യങ്ങളുടെ ഒരു പുതിയ പതിപ്പാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശിവഗിരി മഠം തന്നെ നേരിട്ട് ഇതിൽ ഇടപെടുന്നു. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നുള്ളത് ശരിയാണ്. അത് മുസ്ലിം സമുദായത്തിനുള്ള ഒരു വെറുപ്പായിട്ട് മാറിത്തീരുകയും പലരും അതിനെതിരെ ശക്തമായിട്ട് വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതി പക്ഷേ ഈ വിഷയം അവതരിപ്പിക്കുന്ന അങ്ങനെയല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യം നൽകണം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരാശയം. അപ്പം അതിന് ഈ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ ഈഴവ സമുദായ അംഗങ്ങളിലെ ബഹുഭൂരിപക്ഷ ആളുകൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ആ പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ കോൺഗ്രസ്സിൽ നോക്കിയാൽ കോൺഗ്രസ്സിൽ ഈഴവ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്ന് നമ്മളിപ്പോൾ കണ്ട സുധാകരൻ, മറ്റൊന്ന് പറഞ്ഞതിനിടയിലെ ബാബു മത്സരമൊക്കെ നിർത്തി അവസാനിച്ചതല്ലേ. പിന്നെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന കക്ഷിയാണുള്ളത്. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അവരുടെ ജാതി പരിശോധിച്ചിട്ട് ചർച്ചയ്ക്ക് വെക്കേണ്ടി വരും. അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിന് വരുന്ന വ്യതിയാനമാണ് ശരിക്കും പറഞ്ഞത്. മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥാനാർത്ഥി മതി എന്ന് തീരുമാനിക്കുന്നതും ഈ ജാതിയുടെ അടിസ്ഥാനത്തിലായി തീരാം. അപ്പോൾ ജാതി ഇതിനകത്ത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. ഇതിനകത്ത് ഇപ്പം കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരോടാണ് ഈ പറഞ്ഞത്? ശിവഗിരി മഠത്തിലെ തിരുമേനി പറഞ്ഞത്, അല്ലെങ്കിൽ സന്യാസി പറഞ്ഞത്? വെള്ളാപ്പള്ളി നടേശൻ ഷെഡിൽ കയറി ഇരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈക്കോടതി പറഞ്ഞു കുറച്ച് നേരത്തേക്ക് വണ്ടി ഷെഡിലോട്ട് കയറ്റിയിട്, അല്ലെങ്കിൽ ഇതങ്ങ് ഒഴിഞ്ഞേര്. അത് വെള്ളാപ്പള്ളിയല്ല, ആ സമൂലം ഒഴിഞ്ഞു. അപ്പം വെള്ളാപ്പള്ളി നേരത്തെ വർത്തമാനം പറയുന്ന വർത്തമാനം തന്നെയാണ് ശിവഗിരി മഠത്തിലെ സന്യാസിമാരെന്നുള്ള രീതിയിൽ ഇപ്പോൾ വിളി വന്നിരിക്കുന്നത്. ആരോടാണ് ഇത് പറയുന്നത്? ശിവഗിരി മഠത്തിലെ സന്യാസിയോ അഥവാ വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ ഈ പറയുന്ന NSSO ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. പിയേഴ്സൺ മാഷ് പറഞ്ഞ ഈ ലാത്തിൻ കാത്തോലിക്സിൻ്റെ കാര്യം ഇവിടെ തീരുമാനിച്ചതും, അല്ലെങ്കിൽ ഇതെല്ലാം കോൺഗ്രസിനകത്തല്ലേ? കോൺഗ്രസിനകത്ത് മാത്രമല്ലേ ഇത്തരത്തിൽ തിരുമേനിക്ക് പറയാൻ പറ്റുന്നത്?
വെള്ളാപ്പള്ളിക്ക് പറയാൻ പറ്റുന്നത്, സുകുമാരൻ നായർക്ക് പറയാൻ പറ്റുന്നത്, എത്ര പറയുമ്പോഴും നമ്മൾ പറയുമ്പോൾ ഇയാൾ കണ്ട് വലിയ മാർക്സിസ്റ്റാണ്. മാർക്സിസ്റ്റായിട്ടൊന്നും പറയല്ല. അല്ല, 10 കൊല്ലം അത് പറഞ്ഞിട്ട് കാര്യമില്ല. CPM-ന് CPI-ക്കകത്ത് ഏതെങ്കിലും ഒരാൾക്ക് മുഖ്യമന്ത്രി ഇന്നാളെ തീരുമാനിക്കണമെന്നോ മന്ത്രിമാരെ ഇന്നാളെ തീരുമാനിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം ആരുടെയും പറഞ്ഞ് ശുപാർശയായിട്ട് ചെന്നിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? നടക്കത്തില്ലത്. അവരാ തീരുമാനിക്കുന്നത്, അവരുടെ പാർട്ടിക്ക്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ കഴിഞ്ഞ മിനിസ്ട്രിക്കകത്ത് ഏതാണ്ട് 10ഓളം വരുന്ന ഒരേ സമുദായത്തിൽപ്പെട്ട നായന്മാർ തന്നെ മന്ത്രിമാർ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈഴവൻ, അതൊക്കെ അവരുടെ പാർട്ടി തീരുമാനിക്കുന്നത്. കാരണം അതിനകത്ത് സീനിയോറിറ്റി ഉള്ള നായന്മാർ ജയിച്ചു വന്നുകൊണ്ട് അവർ ഇത് പറയുമ്പം കഴിഞ്ഞ 5 കൊല്ലത്തെ മന്ത്രിമാരെ പരിശോധിക്കുമ്പോൾ CPI-ക്കകത്ത് മൊത്തം നായന്മാരാണ്. അതിനു മുമ്പ് ഇരുന്ന VS അച്യുതാനന്ദൻ ഇരുന്ന സമയത്ത് 4 മന്ത്രിമാർ ഈഴവരാ. അതിനകത്തങ്ങ് അവർക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം അവരുടെ ആ ജയിച്ചു വന്നതിനകത്ത് 4 സീനിയോറിറ്റി ഉള്ള മന്ത്രിമാർ 4 പേരും ഈഴവരായതുകൊണ്ട് അവർ 4 പേരെ മന്ത്രിയാക്കുന്നു. അപ്പം ആ പാർട്ടിക്കകത്തും CPM-നകത്തും CPI-ക്കകത്തും ഈ മാതിരിയുള്ള മതനേതാക്കന്മാരുടെ തിട്ടൂരങ്ങളൊന്നും നടപ്പാവുന്ന ഒരു അവസരം SNDP-യുടെ നടക്കുന്നില്ല, NSS-ന്റെ നടക്കുന്നില്ല, തിരുമേനിമാരുടെ നടക്കുന്നില്ല, ഉസ്താദന്മാരുടെ നടക്കുന്നില്ല. നടക്കുന്നുണ്ടെങ്കിൽ തന്നെ രഹസ്യമായിട്ട് അങ്ങനെ ചെവിയിലെങ്ങനെ പറയാം, അങ്ങനെ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നു. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർ മത്സരിക്കുന്നു, ആരാണ്ടൊക്കെ പറയുന്നു നാളെ കാലത്ത് അവർ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കയറി ഇപ്പോഴേ മതമേലധ്യക്ഷന്മാർ ഇടപെടുന്നു. ഏറ്റവും അവസാനം ഈ പറച്ചിലിന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സാറിന് മനസ്സിലായോ? ഇതിനകത്ത് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, മീഡിയകളിൽ വന്ന വാർത്ത എന്തോ, ശിവഗിരി മഠം ഇടപെടുന്നു പ്രകാശിന് വേണ്ടി. പ്രകാശിനെ ഇപ്പം MP ആണല്ലോ, അദ്ദേഹത്തിന് കോന്നി മത്സരിക്കണം, അദ്ദേഹത്തിന് കോന്നിയിൽ നിന്ന് ജയിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അദ്ദേഹം ജയിച്ച് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഈഴവനെ പരിഗണിക്കണമെന്ന് ഒരു തിട്ടൂരം വന്നാൽ പോലും മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ഒരാളാണ് അടൂർ പ്രകാശ്. കാരണം ഈ ഇദ്ദേഹത്തെ വരെ ഒതുക്കി വെച്ചേക്കുവാണല്ലോ, അല്ലെങ്കിൽ മന്ത്രിയെങ്കിലും ആവും. അപ്പം അവിടെ പോയി ഡൽഹി രാഷ്ട്രീയം കളിക്കുന്നതിനകത്തോ MP ആകുന്നതിനകത്തോ കാര്യമില്ല. ഈ പറച്ചിലിനകത്ത് പ്രധാനമായിട്ടും ഇടപെട്ടാൽ നടക്കുന്നത്, അല്ലെങ്കിൽ ജാതി കോമരങ്ങൾ മതമേലധ്യക്ഷന്മാർ ഇടപെട്ടാൽ നടക്കുന്നത് കോൺഗ്രസിനകത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഇടപെടിയിൽ ഈ പറച്ചിൽ നമ്മൾ വിചാരിക്കുമ്പോൾ അത് കോൺഗ്രസിന് വേണ്ടിയുള്ള പറച്ചിലാണ്, കോൺഗ്രസിനകത്തുള്ള പറച്ചിലാണ്. ഏറ്റവും അവസാനം ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രകാശിന് വേണ്ടിയുള്ള പറച്ചിലാണ്. ഏതായാലും ഇത് നല്ലൊരു പ്രവണതയല്ല. ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ മതം നോക്കി തീരുമാനിക്കുന്നു, മതം നോക്കി രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ മതം ഇതിനകത്ത് ഇടപെടുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായാലും അവൻ പൊതുജനത്തിന് ഗുണമുള്ളവനും രാജ്യത്തിന് ഗുണമുള്ളവനും പ്രദേശത്തിന് ഗുണമുള്ളവനും ദേശത്തിന് ഗുണമുള്ളവനും ആവണം. അതിനകത്ത് ജാതിയും മതമൊന്നും പാടില്ല. അവനെ ഒരേ ജാതിയും മതവും അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ കാണാൻ കഴിയുന്ന ഒരുത്തനാകണമല്ലോ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കേണ്ടത്. അപ്പം അതല്ലാതായിട്ടുണ്ട്. മതം പറഞ്ഞും ജാതി പറഞ്ഞും മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു രീതി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വിലയുള്ള രീതി. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മുസ്ലിം ലീഗും അല്ലെങ്കിൽ ഒക്കെ കുറ്റം പറയുമ്പോൾ ബാക്കിയുള്ള പാർട്ടിക്കകത്ത് തന്നെ അവസ്ഥ. കാരണം ഞാൻ ഇതിൻ്റെ നമ്മളിപ്പോഴത്തെ ഒരു പൊതുവായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ പതുക്കെ മതവൽക്കരിക്കപ്പെട്ടുകൊണ്ട്. അതെ. അപ്പോൾ നേരത്തെ ഇപ്പോൾ BJP ഒക്കെ ശക്തിയായിട്ട് കേരളത്തിൽ വരുന്നതിന് മുമ്പ് കുറേ കൂടെയൊക്കെ മതേതര സ്വഭാവമുള്ള ഒരു സംവിധാനമുണ്ടായിരുന്നു. ഇപ്പോൾ മുസ്ലിം അല്ലാതെ ആരാണ്? അതൊരു വർഗീയ പാർട്ടി എന്ന് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസം തോന്നാം. മതപാർട്ടിയാണല്ലോ എന്തായാലും. അതെ. മുസ്ലിം മതം അവർ മാത്രമല്ല അതിനകത്ത് ഉള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഇതിന് വലിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ പൊതുവെ ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു 3-4 മന്ത്രിമാരുണ്ടാവും, പിന്നെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും മുസ്ലിം, പിന്നെ വേറെ പാർട്ടി. അപ്പോൾ കുറേയധികം മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു മന്ത്രിസഭയായി തീരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് അതൊരു മതവും വർഗീയതയും ഒക്കെ കൂടിക്കലർന്ന വർത്തമാനത്തിന്റെ റിസൾട്ടാണ് ശരിക്കും പറഞ്ഞത്. അല്ല, എല്ലാ കാലത്തും ഈ CPM-ന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവരായിരുന്നു. ഈഴവ വോട്ട് ബാങ്ക് കൂടുതൽ കിട്ടുന്നു. അത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്ന് CPM നേതാക്കൾക്ക് തന്നെ തോന്നി. അതുകൊണ്ടാണ് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ന്യൂനപക്ഷ പ്രീണനം വളരെ ശക്തമാക്കിയത്, മുസ്ലിം വോട്ടുകൾ ആർജിക്കാൻ കഴിയുന്നത്. പക്ഷേ അവർ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന അല്ല UDF-നൊപ്പം നിൽക്കുന്ന നിലപാടാണ്. അപ്പോൾ CPM-ന്റെ എല്ലാ പരിപാടിയിലും എല്ലാ ഈ പറയുന്ന മതനിരപേക്ഷ നിലപാടിലും ഒക്കെ ഉറച്ചു നിൽക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് UDF-ന് ഇല്ലും. അതുകൊണ്ട് ഇനി അങ്ങനെ വേണ്ട, ഞങ്ങൾക്കൊപ്പമാണ് പാർട്ടിയെങ്കിലും ഞങ്ങളുടെ ആളുകളെ നിർത്തണമെന്നാണ് ഇപ്പം ഈ ശിവഗിരി മഠത്തിന്റെ നിലപാടെന്നാണ് പരസ്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അങ്ങനെ വിചാരിക്കേണ്ടത്. അല്ല, ഇതിന്റെ ഈ CPM-ന്റെ ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് ആയിരുന്നു. പക്ഷെ അത് എക്സ്പോസറായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഈഴവരുടെ ഫിക്സഡ് വോട്ടുണ്ട്, കുറച്ച് മുസ്ലിമിൻ്റെയും കുറച്ച് ക്രിസ്ത്യാനിയുടെയും വോട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും തോക്കുന്നില്ല. പക്ഷെ പ്രശ്നം എന്താണ്, ഇങ്ങനെ വന്ന സമയത്ത് ഈ പ്രീണനം നടത്തി
മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അപ്പുറത്തും പുറത്തും കൊണ്ടു നിർത്താനായിട്ട് ശ്രമിച്ച സമയത്ത് ഈഴവരെ അവരെ ശ്രദ്ധിക്കാതെ അവരും ഇതിനകത്ത് വിട്ടുപോകാൻ തുടങ്ങി. അവർ ഈഴവരെ പണിക്കുവാൻ തുടങ്ങി. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ സങ്കീർണമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്സ് പതുക്കെ ഇങ്ങനെ കുറച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ മതം കയറി വരും. അതെ അതെ, മതമാണ് പ്രശ്നം. അതാണ് പ്രശ്നം. പക്ഷെ ആജി പറഞ്ഞാണ് ശരി, മതമാണ് പ്രശ്നം. അങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തെ മതവൽക്കരിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള രീതികളാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. ഇതിനകത്ത് വീരമാഷി പറഞ്ഞ പോലെ ഈ മുസ്ലിം ലീഗ് ഇപ്പോൾ വോട്ട് ചോദിക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമിന് നിങ്ങൾ വോട്ട് ചെയ്യുക, മനസ്സിലായില്ല? ഈ രീതിയിലൊക്കെ പറഞ്ഞ് ഏത് രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സാഹചര്യത്തിലേക്കാണ്. ഇവരെപ്പോഴും പറയുന്നത് BJP ഈ പറയുന്ന ഒരു മതം പറഞ്ഞിട്ട് വോട്ട് പിടിക്കുന്ന മതത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ഹൈന്ദവ സംസ്കാരം നിലനിർത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇവിടെ മുസ്ലിം ലീഗ് ചെയ്യുന്നത് അതേ പ്രവൃത്തിയാണ്. പക്ഷേ അവർക്ക് സ്വാധീനമുള്ള മലപ്പുറത്തും കാസർഗോഡും അല്ലെങ്കിൽ ഈ പറയുന്ന കോഴിക്കോടും ഒക്കെ അത് വർക്കൗട്ട് ആവുന്നുള്ളൂ എന്നുള്ള അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അവർ കൺസോളിഡേറ്റഡ് താമസിക്കുന്നതിൻ്റെ പേരിലാണ്. മറിച്ചായിരുന്നെങ്കിൽ മറ്റുള്ള ജാതികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് സ്വാധീനം ചെലുത്താൻ പറ്റും. ഈ കൺസോളിഡേഷനാണ് പ്രശ്നം. ഇപ്പം കുറെ കഴിയുമ്പോൾ നമ്മളിപ്പോൾ പല പ്രസ്താവനകളും കേൾക്കാറുണ്ട്. എന്താണ് ഹിന്ദുക്കൾ പറയുന്നത്, മുസ്ലിങ്ങളെ പോലെ പെറ്റി വരികാനായിട്ട് ഹിന്ദു നേതാക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടേക്കും. കുറെ കഴിയുമ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ മാറും. ഒരു പ്രദേശത്ത് ഹിന്ദുക്കൾ മാത്രം താമസിച്ചാൽ തീരുമാനിക്കും. അവിടെ നിന്ന് പോയി ഇവിടെ താമസിക്കും. അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജയിക്കാം. ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കഷ്ടപ്പെട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെ വരും. കുറെ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇന്ന സ്ഥലത്തേക്ക് മാറ്റി ആളെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. ഒരു നിയോജക മണ്ഡലത്തിൽ ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യും. മറ്റവർ ആൾറെഡി ഇപ്പം അങ്ങനെയാണ്. അതാണ് പ്രശ്നം. ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.